ഈ പടത്തിനൊക്കെ ആരെങ്കിലും മോശം പറയണമെങ്കിൽ അവന് പ്രാന്താന്ന് ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് പ്രാപിക്കുന്ന തിയേറ്ററിൽ കാണാം. അതുകൊണ്ട് ദി ബെസ്റ്റ് F1-ലെ ഏറ്റവും അടിപൊളി Hey Cinephils, welcome back. Epic theater experience മായിട്ട് അൾട്ടിമേറ്റ് സ്പോർട്സ് ആക്ഷൻ മൂവി ഫ്രം ദ ഡയറക്ടർ ഓഫ് ടോപ്പ് ഗൺ മാവറിക്, ബ്രാഡ് പിറ്റ്സ് F1. കണ്ടിറങ്ങി ഓടിച്ചിനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ F1 ദ മൂവി റിവ്യൂലേക്ക്. എങ്ങനെയുണ്ട്? ഇത് ഗംഭീര പടം. ഒറ്റ ബാക്കി പറഞ്ഞാൽ ഇതൊരു സൂപ്പർ പടം, അടിപൊളി വെടിച്ചില്ല സാധനം. ഇത് ഈ ഡയറക്ടർ ആയതുകൊണ്ട് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ജാവീർ ബാർഡവും ബ്രാഡ് പിറ്റും രണ്ടുപേരും ഒന്നിക്കുന്നതും ഒരു ഭയങ്കര ഒരു ഫാക്ടറാണ്. ഇതിൽ പെർഫോമൻസ് ആണെങ്കിൽ രണ്ടുപേരും കട്ടൊക്കെ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കൂട്ടുകാരായിട്ടാണ്, വർഷങ്ങളായി അറിയുന്ന കൂട്ടുകാരായിട്ടാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഞെട്ടിപ്പോയത് ക്യാമറ ആംഗിൾസ് പ്ലേസ് ചെയ്തേക്കുന്നത്. ക്യാമറ ഇത് എവിടേക്കാണ് വെച്ചേക്കുന്നത്, ഇത് എങ്ങനെ എടുത്തു ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്. ഇതിൻ്റെ മുകളിൽ ഈ ഒരു പടം ക്യാമറ ചെയ്യാൻ പറ്റത്തില്ല, ക്യാമറാമാൻ. അങ്ങനെ ഗംഭീര സാധനം, മസ്റ്റ് വാച്ച് പടം എന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് പടം. ഇത് റേസിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും തിയേറ്ററിൽ കാണണം. ഒരു ഗംഭീര സാധനം. 2.5 മണിക്കൂറുണ്ട്. ഈ 2.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. പടം ബെസ്റ്റ് തന്നെയാണ്. ഗംഭീരം അടിപൊളിയാണ്. ഇത് ഈ പടത്തിനൊക്കെ ആരെങ്കിലും മോശം പറയണമെങ്കിൽ അവന് പ്രാന്താന്ന് ഞാൻ പറയത്തുള്ളൂ, ഏവനെങ്കിലും നെഗറ്റീവ് പറയുവാണ്. കാരണം ഇതിലൊന്നും നെഗറ്റീവ് പറയാനില്ല. ഗംഭീര സാധനം. ഏറ്റവും ഞെട്ടിയത് ഇതാണ്, സിനിമാറ്റോഗ്രാഫി തന്നെയാണ്. ക്യാമറ ഒന്നും പറയാനില്ല, ഗംഭീര ലെവൽ. ഓക്കെ, അപ്പൊ ഇത് ഈ നോർമൽ സ്ക്രീനിൽ കണ്ടിട്ട് ഒരു ഐമാക്സും കൂടി കാണാനുള്ളതുണ്ട്. തീർച്ചയായും ഐമാക്സിൽ കാണുന്നവർ അവിടെ തന്നെ കാണണം. അടിപൊളിയാണ്. ഈ ഒരു സ്ക്രീനിൽ കണ്ടിട്ട് തന്നെ ഇത്ര എഫക്റ്റ് കിട്ടുമെങ്കിൽ ഐമാക്സിൽ അടിപൊളിയായിരിക്കും. ഇത് എന്താ പറയുക, ഈ ഒരു ഡയറക്ടറുടെ കഴിവാണ്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ക്യാമറ തന്നെയാണ്. കാരണം ക്യാമറ എന്ന് പറയുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ ക്യാമറ ഉണ്ട്, ഇത് എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഗംഭീര സാധനം, അടിപൊളി പടം. സൂപ്പർ പടം. എനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ട്. കാരണം ഞാൻ പുണ്ണുകൾ പോലെ F1 അല്ല, റേസിങ്, കാറ് അതൊക്കെ കണ്ടു വളർന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കാർസ്, പഴയ പടങ്ങളൊക്കെ കണ്ടോണ്ട് ഈ കാറായിട്ടുള്ള ആ ഒരു ഡ്രൈവിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പടം ഇത് അനൗൺസ് ചെയ്തപ്പോഴേ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിലർ ഐഫോണിൽ കുറേ എക്സ്പീരിയൻസ് അത് വന്ന് അതൊക്കെ എൻ്റെ ഐഫോണിൽ, എൻ്റെ ചേട്ടൻ്റെ ഐഫോണിൽ അതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? പടം എനിക്ക് ഐമാക്സിൽ കാണണം, പക്ഷെ പൈസ ഇല്ല, അതുവരെ പോകണം, ഉണ്ടോന്ന് പറ്റും. പക്ഷേ ഈ തിയേറ്റർ കണ്ടപ്പോഴുണ്ട് സൂപ്പർ. എനിക്കെന്തോ ബ്രാഡ് പിറ്റിനെയൊക്കെ കുഞ്ഞാളെ ഇംഗ്ലീഷ് പടങ്ങൾ കാണും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ബ്രാഡ് പിറ്റിനെ തിയേറ്ററിൽ കാണാം. അതുകൊണ്ട് നല്ല പടം, നല്ല സൂപ്പർ പടം. കൊടുത്ത പൈസക്ക് നല്ല സ്പോർട്സ് മൂവി ഡിഫറെന്റ് ആയിട്ട് എന്ത് തോന്നിയത്? പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ആണ്. പിന്നെ നമുക്ക് ആണുങ്ങൾക്ക് ഒരു ഇതുണ്ട്, പ്രത്യേക ഒരു ഇതുണ്ട്, മെഷീനായിട്ടുള്ള ആ ഒരു ഇത് ബ്രാഡ് പിറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ F1 കഴിഞ്ഞിട്ട് മറ്റേ ബാജ എന്ന് പറഞ്ഞൊരു സ്പോട്ടിലോട്ട് തിരിയുന്നുണ്ട്. അതൊക്കെ ഇമോഷണൽ ലോക്കുണ്ട്. മോശം ലാസ്റ്റ് റേസ് ജയിക്കും, ഓരോരോ അഡ്രിനൽ റഷ് ഉണ്ട്. അത് പൊളി. ഓക്കെ, റേസിംഗ് സീൻസ് ഒക്കെ നമ്മൾ മറ്റേ ഗ്രാൻഡ് ടൂറിസ്മോ ഒക്കെ കണ്ടിട്ടില്ലേ? ഗ്രാൻഡ് ടൂറിസ്മോ കണ്ടതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ അതിനെ കുറച്ചുകൂടെ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. എക്സിക്യൂഷൻ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ജോസഫ് കൊസിൻസ്കി. പിന്നെ എടുത്തു പറയണ്ടേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക്കാണ് ഹാൻസ് സിമ്മറിന്റെ. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നോർമൽ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ ഐമാക്സ് എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാത്തത്. അതുകൊണ്ട് നല്ലൊരു ഐമാക്സ് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സ്റ്റോറി പ്ലോട്ട് ഒക്കെ എങ്ങനെയാണ്? സ്ഥിരം അത് തന്നെയാണ്, പക്ഷെ എടുത്തേക്കുന്ന എക്സിക്യൂഷൻ കാരണം നമുക്ക് കണ്ടിരിക്കാം. ഗൂസ് ബംസ് മൊമെന്റ്സ്, ഒരു അഡ്രിനൽ റഷ്, അങ്ങനെ ഫൈനൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും ഉണ്ട്. ഡിഫറെന്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും തോന്നിയോ പടത്തെ പറ്റി? സ്പെഷ്യലായിട്ട് അങ്ങനെ സ്റ്റോറിയിൽ അങ്ങനെ വലിയ സ്പെഷ്യാലിറ്റി ഒന്നും എനിക്ക് തോന്നിയില്ല, പക്ഷെ ഡയറക്ഷൻ എല്ലാം നല്ല രീതിക്കുണ്ട്. പിന്നെ ബ്രാഡ് പിറ്റ്. ഈ ഒരു ജോണറിലെ ബെസ്റ്റ് എന്ന് പറയാനുണ്ടോ? ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്കിപ്പോഴും ടോപ്പ് ഗൺ മാവറിക് തന്നെയാണ്. ഓക്കെ, F1 പറ്റി അറിയാമെങ്കിൽ F1 ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടില്ല, പക്ഷെ ആസ് എ മൂവി മാസ് സിനിമയായിട്ട് കൊള്ളാം. ഓക്കെ, അല്ലാതെ ഒരു ഭയങ്കര ഒരു എപ്പിക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുണ്ടോ? തിയേറ്റർ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. കൊള്ളാം. നല്ലൊരു അഡ്രിനൽ റഷ് തന്ന ഫിലിമായിരുന്നു. അല്ല, തുടക്കം തൊട്ട് നല്ലൊരു ഇതായിരുന്നു. ഈ ഒരു ജോണറിൽ ഒരു എപ്പിക് എന്ന് പറയാനുണ്ടോ? ഇല്ല, ഇതായിരിക്കും ദി ബെസ്റ്റ് F1-ലെ ഏറ്റവും അടിപൊളി. നോർമൽ സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവരും ഒരു ഐമാക്സും അല്ല, ഓഡിയോണിൽ കാണാനുള്ളത് നല്ല സൗണ്ട് ഡിസൈനിങ്ങും എല്ലാം കൊള്ളായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക്, സ്കോർ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ടോട്ടലി ഇങ്ങനത്തെ ബ്രാഡ് പിറ്റിന്റെ ആക്ടിങ്ങും എല്ലാം കൊള്ളായിരുന്നു. സ്പോർട്സ് മൂവി സെയിം പ്ലോട്ട് തന്നെയാണ്. സെയിം ആണെങ്കിലും അതിൽ കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ട് സ്റ്റോറിയിലെ കാര്യങ്ങളിൽ. മൊത്തത്തിൽ എങ്ങനെയുണ്ട്?
കൊള്ളാം. മേക്കിംഗ് വൈസ് അതാ പറയാം, ഏറ്റവും ദി ബെസ്റ്റ് F1 എടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നന്നായിരുന്നു. ആ കൊടുത്ത ഹൈപ്പിനും അതൊക്കെ ഉണ്ടോ? എനിക്ക് ഫീൽ ചെയ്തു നല്ലൊരു പടം തന്നെയായിരുന്നു. എല്ലാവരും ബ്രാഡ് പിറ്റിന്റെ ഒക്കെ നല്ലൊരു അഭിനയം തന്നെയായിരുന്നു. ഓക്കെ.